ഫുട്ബോൾ ലോകകപ്പ് കളിക്കാൻ ഇന്ത്യ ഇനിയും കാത്തിരിക്കണം. പക്ഷേ ലോകകപ്പിന് മലയാളം സംസാരിക്കുന്ന ഒരാൾ പന്തു തട്ടുന്നത് കാണാൻ ഇനി അധികകാലം വേണ്ട. ഒരുപക്ഷെ ജൂൺ 13 അർദ്ധരാത്രി കാലിഫോർണിയയിലെ സാന്റാ ക്ലാര നഗരത്തിലുള്ള ലെവി സ്റ്റേഡിയത്തിൽ അത് സംഭവിച്ചേക്കാം. ആ നിമിഷത്തിനായുള്ള കാത്തിരിപ്പാണ് ഇനി ലോകമാകെയുള്ള മലയാളിക്ക്, കേരളത്തിനും. ആരാണ് തഹ്സീൻ മുഹമ്മദ് ജംഷീദ്? സാമൂഹിക മാധ്യമങ്ങളിൽ കുറച്ചു കാലമായി തിരയുന്ന നാമമാണിത്, പ്രത്യേകിച്ച് മലയാളി ഫുട്ബോൾ പ്രേമികൾ. അതെ, തലശ്ശേരിക്കാരനാണ് കക്ഷി. ഖത്തർ ദേശീയ ഫുട്ബോൾ ടീമംഗം. ലോകകപ്പിനുള്ള ഖത്തർ ടീമിൽ ഒരുപക്ഷെ ഉൾപ്പെട്ടേക്കാമെന്ന വിവരം പുറത്തു വന്നതോടെയാണ് തഹ്സീൻ മുഹമ്മദ് ജംഷീദ് ഫുട്ബോൾ പ്രേമികൾക്കിടയിൽ ചർച്ചയായത്. ലോകകപ്പിനുള്ള ഖത്തർ ടീമിൽ നിന്ന് വെറ്ററൻ താരങ്ങളെയെല്ലാം വെട്ടിയാണ് പരിശീലകൻ ജൂലൻ ലെപെറ്റഗി ടീം പ്രഖ്യാപിച്ചത്. അയർലൻഡിനെതിരായ സന്നാഹ മത്സരത്തിനു ശേഷമായിരുന്നു 26 അംഗ ലോകകപ്പ് ടീമിന്റെ പ്രഖ്യാപനം. സീനിയർ താരങ്ങളായ സെബാസ്റ്റ്യൻ സോരിയ, താരിഖ് സൽമാൻ, ബാസം അൽ റാവി, മുഹമ്മദ് വാദ്, മുബാറക് ഷനാൻ, തിയാൻ മേസൺ, ഫഹദ് യൂനുസ് എന്നിവരെല്ലാം ലോകകപ്പിനുള്ള ടീമിൽ നിന്ന് പുറത്താണ്. മുന്നേറ്റക്കാരൻ അക്രം അഫീഫാണ് നായകൻ. ഖത്തറിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരൻ അൽമുസലിയും സംഘത്തിലുണ്ട്. പുതുമുഖ താരങ്ങൾക്ക് അവസരം നൽകിക്കൊണ്ടാണ് ജൂലൻ ലെപെറ്റഗിയുടെ ടീം അമേരിക്കയിലേക്ക് പറക്കുന്നത്. ആ സംഘത്തിലാണ് തഹ്സീൻ മുഹമ്മദ് ഉൾപ്പെട്ടത്. ലോകകപ്പ് ടീമിൽ ഇടം നേടുന്ന ആദ്യ മലയാളി താരമെന്ന റെക്കോർഡ് നേട്ടമാണ് കരസ്ഥമാക്കുന്നതും. ഫുട്ബോളിൽ തഹ്സീന്റെ കരിയറിന് പിന്നിൽ ഒരു പരിക്കിന്റെയും കുടിയേറ്റത്തിന്റെയും കഥയുണ്ട്, അഥവാ പ്രവാസിയായ പിതാവിന്റെ കഥയും കഠിനാധ്വാനവും. 1992 അഖിലേന്ത്യാ കിരീടം ചൂടിയ കാലിക്കറ്റ് സർവകലാശാല ടീമിലെ അംഗമായിരുന്നു പിതാവ് കണ്ണൂർ തലശ്ശേരിക്കാരനായ ജംഷീദ്. ഇന്ത്യൻ താരം ജോപോൾ അഞ്ചേരിക്കൊപ്പം കേരള യൂത്ത് ടീമിൽ കളിക്കുകയും പിന്നീട് ഇന്ത്യൻ ക്യാമ്പ് വരെ എത്തുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. 1985 കേരളത്തിന്റെ സബ് ജൂനിയർ ടീമിലും ശേഷം ജൂനിയർ യൂത്ത് ടീമുകളിലും അദ്ദേഹം കളിച്ചു. 4 വർഷം കാലിക്കറ്റ് സർവകലാശാല ടീമിലും ജംഷീദ് ഭാഗമായി. അധികം വൈകാതെ കളിക്കളത്തിൽ നിന്ന് മടങ്ങേണ്ടി വന്നത് പരിക്ക് വില്ലനായപ്പോഴാണ്. പക്ഷേ കാലം അദ്ദേഹത്തോട് കാവ്യനീതി ചെയ്തത് അവിടെയായിരുന്നു. 23-ാം വയസ്സിൽ ജംഷീദ് പ്രവാസ ലോകത്തേക്ക് കടന്നെങ്കിലും ഫുട്ബോളിലെ പ്രിയം വിട്ടില്ല. അൽ ഫൈസൽ ഹോൾഡിംഗിലെ ജീവനക്കാരനായിരുന്നു ജംഷീദ്. കമ്പനിയുടെ കീഴിലുള്ള ഷെയ്ഖ് ഫസൽ ബിൻ കാസിം സ്പോർട്സ് അക്കാദമിയിൽ മക്കളെ പരിശീലനത്തിനയച്ചു. ജംഷീദിന്റെ ഫുട്ബോൾ സ്വപ്നങ്ങൾക്ക് നിറം പകർന്നത് ഇവിടെ വെച്ചാണ്. അക്കാദമിയിലെ പരിശീലകരായ അൾജീരിയൻ സഹോദരങ്ങളാണ് തഹ്സീൻ മുഹമ്മദിന്റെ മികവ് കണ്ടതും അത് പരിപോഷിപ്പിച്ചെടുത്തതും. അൾജീരിയൻ കോച്ചുമാരുടെ നിർദ്ദേശത്തിന് പിന്നാലെ തഹ്സീൻ മുഹമ്മദ് അൽ ദുഹൈലിലെത്തി. ശേഷം ഖത്തറിന്റെ കായിക നഴ്സറിയായ ആസ്പെയർ അക്കാദമിയിലും, പിന്നെ ഖത്തറോളം വളർന്നതും. ഖത്തറിന്റെ യൂത്ത് ടീമുകൾക്ക് വേണ്ടി തഹ്സീൻ നടത്തിയ പ്രകടനം ശ്രദ്ധ പിടിച്ചുപറ്റി. അണ്ടർ 16, 17, 19 ടീമുകൾക്കായുള്ള കളികൾക്കിടെ തഹ്സീന്റെ മികവ് കണ്ണിലുടക്കിയ അൽ ദുഹൈൽ പരിശീലകൻ ക്രിസ്റ്റഫർ ഗാൾട്ടിയറാണ് താരത്തെ ടീമിലേക്ക് വിളിച്ചത്. ഫിലിപ്പ് കുട്ടീനോയും മൈക്കൽ ഓലുങ്കയും കരീം ബൗദിയാഫുമെല്ലാമുള്ള ടീമിലേക്കാണ് തഹ്സീൻ എത്തിയത്. ഖത്തർ സ്റ്റാർസ് ലീഗിലും അമീർ കപ്പിലും പുറത്തെടുത്ത പ്രകടനം തഹ്സീന്റെ ഗ്രാഫ് ഉയർത്തി. അൽ ദുഹൈൽ ക്ലബിൽ നിന്ന് പിന്നീട് അങ്ങോട്ട് ഖത്തർ ദേശീയ ടീമിലേക്കുള്ള യാത്രയ്ക്ക് സമാരംഭം കുറിക്കുകയായിരുന്നു. പിന്നെ നടന്നതെല്ലാം ചരിത്രം. അൽ ദുഹൈലിന്റെ എംബാപ്പെ എന്ന വിളിപ്പേരിലാണ് തഹ്സീൻ മുഹമ്മദ് അറിയപ്പെട്ടിരുന്നത്. കളിക്കളത്തിൽ അസാമാന്യ വേഗവും താളവും കണ്ടെത്തിയതോടെയാണ് താരം ഫ്രഞ്ച് സൂപ്പർ താരത്തിന്റെ പേരിൽ അറിയപ്പെട്ടത്. സീനിയർ താരങ്ങളെപ്പോലും അതിശയിപ്പിക്കുന്നതായിരുന്നു തഹ്സീന്റെ പ്രകടനം. ഇടതു വിങ്ങാണ് തഹ്സീന്റെ ഇഷ്ട പൊസിഷൻ. വിങ്ങിലൂടെയുള്ള അതിവേഗ നീക്കവും പന്തടക്കവുമാണ് മലയാളി താരത്തെ ഖത്തറിന്റെ ശ്രദ്ധയിലേക്ക് എത്തിച്ചത്. പന്തുമായി കുതിച്ച് താരങ്ങൾക്ക് ഗോളടിക്കാൻ പാകത്തിൽ എത്തിക്കുന്നതും തഹ്സീന്റെ മികവാണ്. മെസ്സിയും ക്രിസ്ത്യാനോയും നെയ്മറുമെല്ലാം പന്ത് തട്ടുന്ന ലോകകപ്പിലേക്ക്, പെലെയും മാറഡോണയും മാൾഡീനിയും സിനദിൻ സിദാനുമെല്ലാം ഒരു കാലത്ത് അടക്കി ഭരിച്ച ഫുട്ബോൾ ലോകത്തേക്ക് ഇതാ മലയാളി താരവും എത്തുന്നു. ഈ ലോകകപ്പിനെ കേരളത്തിന് സന്തോഷിക്കാൻ ഒരു കാരണം കൂടിയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി കാത്തിരിപ്പ് അതിനു വേണ്ടിയാണ്, ഖത്തറിന്റെ അന്തിമ 11 വേണ്ടി, തഹ്സീൻ മുഹമ്മദിന്റെ ലോകകപ്പ് അരങ്ങേറ്റത്തിനു വേണ്ടി.